ഗോപുസെ ഞാൻ ആലോചിക്കുകയായിരുന്നേ. ചെറുപ്പത്തില് ഞാൻ ചെയ്ത കള്ളത്തരങ്ങൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ട്ടോ. ആഹ്, ഒരു കാര്യം ഓർമ്മ വന്നത് എനിക്ക് ചെറുപ്പത്തില് പച്ചക്കറി കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഡാഡി ആണെങ്കിൽ ഭയങ്കര പെർട്ടിക്കുലറും ആണ്. എല്ലാം വിളമ്പുന്നത് മുഴുവൻ കഴിച്ചോണം. ഫുഡ് എല്ലാം എടുത്ത് കഴിക്കണം എന്നുള്ള. എടുക്കാനുള്ള ചോയ്സ് നമുക്കുണ്ട്. പക്ഷെ കുറച്ചാണെങ്കിൽ ഡാഡി പറയും കുറച്ചും കൂടെ എടുത്തേ എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ? എല്ലാ എടുത്തത് കഴിക്കുമെന്നാണ് ഡാഡിക്കും മമ്മിക്കും തോന്നലുണ്ടായിരുന്നേ, വിശ്വാസം ഉണ്ടായിരുന്നത്. ഞാൻ എന്തെന്ന് പറഞ്ഞാൽ വെള്ളം ആദ്യം അങ്ങ് കുടിക്കും. എന്നിട്ട് ആ വെള്ളത്തിന്റെ ഗ്ലാസ്സിൽ ഈ തോരന് മെഴുക്കുവരട്ടിയോ എന്താന്ന് വെച്ചാൽ എടുത്തിടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവയ്ക്ക മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇതൊന്നും എനിക്ക് സഹിക്കുകയില്ല കഴിക്കാൻ. അപ്പൊ ഇതൊക്കെ എടുത്തിടും. ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നു താമസിക്കുന്നത്. അപ്പൊ ഈ കിച്ചണിന്റെ ഇല്ലേ സിങ്കില്ലേ, സിങ്കിന്ന് ആക്ച്വലി ഒരു ഓസ് പോലെയാ. എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ഒന്നുമില്ല. ഒരു പൈപ്പ് പോലെ വെളിയില് വാഴയുടെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഈ വെള്ളമൊക്കെ വാഴയ്ക്ക് പിന്നെ അവിടുന്ന് അടുത്ത വാഴയ്ക്ക് അങ്ങനെ പോകാൻ വേണ്ടി ഒരു ചാല് പോലെ ഉണ്ട്. ഞാൻ എന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയോ? ആ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഈ ഗ്ലാസ് മുഴുവൻ വെള്ളമാക്കും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരൊറ്റ ഇങ്ങനെ നല്ല സ്പീഡിൽ വെക്കും. ഇതെല്ലാം കൂടെ അങ്ങ് പോകും. പിന്നെ ഈ വെള്ളത്തിന്റെ കൂടെ അവിടെ പോയി കിടക്കുമ്പോൾ ഒറ്റ അടിക്ക് വന്ന് കിടക്കത്തുമില്ലല്ലോ. എന്നിട്ട് വെളിയിൽ പോയി നോക്കുകയും ചെയ്യും. എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ നിന്നൊക്കെ നോക്കും. വെളിയിൽ ഇങ്ങനെ കിടപ്പുണ്ടോ ഫുള്ളായിട്ട്, ഡാഡിയും മമ്മിയും കാണുമോ എന്നൊക്കെയുള്ള. വലിയ കള്ളത്തരവാ ചെയ്തത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈയിടെയാണ് ഡാഡിയുടെ അടുത്തും മമ്മിയുടെ അടുത്തും പറയുന്നത് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഭയങ്കരം തന്നെ അല്ലേ? നീ ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? നിന്റത് ഞാൻ ചെയ്ത കളവ് വെച്ച് നോക്കുമ്പോഴാ നിന്റത് വളരെ ചെറിയ കളവാ. എനിക്ക് വളരെ എന്താ പറയാ ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തി ഞാൻ ചെയ്തതുണ്ടെങ്കിൽ ഈ ഒരു കളവാട്ടോ. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് അത്ര വലുതുപോലും അല്ല. ആ സമയത്ത് ഞാൻ ചെയ്ത വളരെ വലിയ കളവാണ് ഇത്. അതായത് അമ്മച്ചൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഈ സമയത്താണ് എൻ്റെ അധിക കുറുമ്പുകളും നടക്കുന്നത്. അമ്മച്ചൻ്റെ റൂമിൻ്റെ അകത്ത് ഒരു ബ്രാസിൻ്റെ ഒരു കുഞ്ഞു ബോക്സ് ഉണ്ട്. ഈ ബോക്സിലാണ് അമ്മച്ചൻ ചില്ലറ പൈസ ഇട്ട് വെക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ധർമ്മക്കാർ വരും പണ്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അമ്മ തായി എന്ന് പറഞ്ഞ് വരും. അവർ വരുമ്പം ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചില്ലറയാണ് കൊടുക്കണ്ടേ. അപ്പോൾ അമ്മച്ച ഉമ്മർത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളോട് പറയും കുട്ടികളോട് പോയിട്ട് അതിൽ നിന്ന് ഒരു കോയിൻ എടുത്തിട്ട് വരാൻ. കുറച്ച് 10 പൈസ 20 പൈസയൊക്കെ അന്നുണ്ട്, 25 പൈസയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആ പൈസ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഉച്ച ഒരു സമയത്ത് എല്ലാവരും കിടക്കുക, വലിയവരൊക്കെ കിടക്കുക, ഞാനും എൻ്റെ ഒരു കസിൻ സിസ്റ്ററുള്ളൂ. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഉമ്മർത്തിയിരിക്കുമ്പോഴുണ്ട് ഒരു ഐസുകാരുണ്ടടാ പണ്ട്. പോം പോം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രത്യേക ഒരു ഹോണാണ്. അത് വെച്ചിട്ട് അവർ സൈക്കിളിൽ ഇങ്ങനെ പോവും. അപ്പം ഈ ഐസ് പണ്ടെപ്പോഴും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. എനിക്കും അത് ഇഷ്ടം, അവൾക്കും ഇഷ്ടം. അപ്പം ഞങ്ങൾക്കത് കഴിക്കണം എന്ന് തോന്നി. അപ്പം ഇതാരും വാങ്ങിച്ചു തരാൻ പോകുന്നില്ല ഞങ്ങൾക്ക്. അപ്പം ഞാൻ എന്ത് പറയും അവളോട് വെച്ചാൽ, ഇതാ ഈ ബോക്സിൽ കുറേ ചില്ലറ പൈസ ഇല്ലേ, അമ്മച്ചനോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടപ്പോൾ എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ അവളെ കൂട്ടിപ്പോയി ഞാൻ തന്നെ അതിൻ്റെ അകത്ത് നിന്ന് ആ പൈസ എടുത്തിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എന്ത് പറ്റിച്ചാൽ ഐസുകാരൻ പോയി. അപ്പം ഞങ്ങൾ ഈ പറമ്പിൽ കൂടി തന്നെ ഓടുക. അയാൾ ആ വഴി കൂടി പോകുമ്പോൾ ഞങ്ങൾ ഇതിലേ ഓടുക. അപ്പുറത്തെ ഇരുന്ന് എവിടെന്നെങ്കിലും അവരെ പിടിക്കാൻ പറ്റും വെച്ചിട്ട് ഓടി ഓടി പോയപ്പോഴേക്കും പക്ഷെ അയാൾക്ക് തരില്ല, സൈക്കിളിലല്ല, അയാൾ സ്പീഡിൽ പോയി. ഞങ്ങൾക്ക് ഐസ്ക്രീം കിട്ടിയില്ല, ഐസ് കിട്ടിയില്ല. തിരിച്ചു വന്ന് ഞങ്ങൾ ആ പൈസ അവിടെ ഇട്ടു. പക്ഷേ അവൾ എന്ത് ചെയ്തു വെച്ചാൽ വീട്ടിൽ പോയിട്ട് വലിയവരോട് ഇത് പറഞ്ഞു. അമ്മച്ചൻ അവളോട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് പൈസ. അവൾക്കും അറിയില്ലല്ലോ ഞാൻ കളവാ ചെയ്ത, കക്കലാണ് ആക്ച്വലി ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവളത് പറഞ്ഞു. ഇതിൻ്റെ മമ്മി അറിഞ്ഞു. മമ്മി അറിഞ്ഞപ്പോൾ മമ്മിക്ക് ഇഷ്ടപ്പെടുവോ? അവരെല്ലാവരും നമ്മളവിടെ വലിയവരൊക്കെ ഇതിനൊരു നിസ്സാരമായി ചെറിയ കുട്ടിയല്ലേന്നൊന്നും പറഞ്ഞ് വിട്ടില്ല. അവരിത് വലിയ ഇഷ്യൂ ആക്കി. മമ്മി ഇന്നെ നല്ലോണം ക്ലാസ് കൊടുത്തു. ആക്ച്വലി എനിക്ക് നല്ല പണിഷ്മെന്റും കിട്ടി അതിനും. അതിനുശേഷം ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. അന്ന് ആ ഇഷ്യൂ ഇത്രയും വലുതായ കാരണം ഞാനത് മറക്കൂല്ല. ഇപ്പം ആരുടെയും ഒരു സാധനം അവരോട് ചോദിക്കാതെ ഇരിക്കാൻ എനിക്ക് ആക്ച്വലി പേടിയാണ്. എന്താ വെച്ചാൽ അത് ഭയങ്കര വലിയ തെറ്റായി പോയില്ലേ ചെയ്തത്. അതെ അതെ. അപ്പൊ ഈ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ കുഞ്ഞ് ഇത്രയും ചെറുപ്പത്തിലെ കള്ളത്തരം പറയാനോ അല്ലെങ്കിൽ കള്ളത്തരം ചെയ്യാനോ എങ്ങനെയല്ലേ ആ കുഞ്ഞു മനസ്സിൽ ഈ തോട്ട്സ് ഒക്കെ വരിക? ചെറിയ ചെറിയ ഇതുപോലത്തെ അല്ല, ഇപ്പൊ ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കള്ളത്തരം എനിക്ക് തോന്നുന്നു ചെറിയ പേടികൊണ്ടാ കുട്ടികൾ ചെയ്യുന്നതെന്ന്. ഇപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു കുട്ടി അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ കുപ്പി ഗ്ലാസ് എടുത്ത് വെച്ചു, ആ കുപ്പി ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാൻ മുമ്പ് ഗ്ലാസ് വീണ് പൊട്ടിയാൽ ആ വീട്ടിൽ അതൊരു വലിയ പ്രശ്നമാണ്. എന്താ അത് ഗ്ലാസ്സിൽ സ്റ്റീൽ ഗ്ലാസ് എടുത്താൽ പോരെ, എന്തിനാണ് ഈ ഗ്ലാസ് എടുത്തതെന്നൊക്കെ ചോദിച്ച് ഇതാക്കും. അതേ സ്ഥാനത്ത് ഒരു പൂച്ച അതിലേ പോണ വഴിക്ക് അതിന്റെ വാല് തട്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രം വീണ് പൊട്ടിയ ഈ പൂച്ചയ്ക്കെന്നെ കൊണ്ട് ശല്യം എന്ന് പറഞ്ഞ് നമ്മൾ അതിനൊരു ഒന്ന് ലൈറ്റായിട്ടാണ് വിടുക പൂച്ചയായതുകൊണ്ട്. ഇത് കാണുന്ന കുട്ടിക്ക് എന്ത് ടെൻഡൻസി വരൂടെ അടുത്ത പ്രാവശ്യം പറയാൻ? ഇൻ കേസ് ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിയാലും ആ കുട്ടി ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, അയ്യോ പൂച്ച തട്ടി പൊട്ടിച്ചതാണെന്ന്.
അപ്പൊ എന്ത് പറ്റും, ഈ കുട്ടിക്ക് എന്താ തോന്നുന്നത് വെച്ചാല് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി എനിക്ക് വലിയ പണിഷ്മെന്റും, ഞാൻ അല്ലാന്ന് പറയുമ്പം ഒരു 50% ചാൻസ് ഉണ്ട് എസ്കേപ്പ് ചെയ്യാം. ആരെങ്കിലും കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ ഈ കുട്ടീൻ്റെ എന്നാ വീണെന്ന്, അല്ലെങ്കിൽ പൂച്ചേന്റെ മേലെ കുറ്റിടാലോ. അപ്പൊ അവിടെ ഈ പേടിച്ചിട്ടായിരിക്കും കുട്ടി അവിടെ ഫസ്റ്റ് കളവ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അതെ. പിന്നെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്താന്ന് പറയുക, ചില വീടുകളിൽ ഈ അച്ഛനോ അമ്മയോ കള്ളത്തരം കാണിക്കുന്നത് കുട്ടികൾ കാണുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഒരു കോള് വരുമ്പോ അമ്മയ്ക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. ഉടനെ കുട്ടിയുടെ അടുത്ത് പറയാം, ആ നീ എടുത്തിട്ട് ഞാൻ കുളിക്കാന്ന് പറ. അപ്പൊ ഈ കുട്ടി ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നേ. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഉള്ളിന്ന് കണ്ടിട്ടുണ്ടാവും, ഓ ഇന്ന ആളാ, എനിക്കിപ്പോ സംസാരിക്കണ്ട. അപ്പൊ മോന്റെ അടുത്തോ മോളുടെ അടുത്തോ പറയും, ഒരു കാര്യം ചെയ്ത് തുറന്നിട്ട് പറ, അമ്മ ഇവിടെ ഇല്ല എന്ന് പറ. അപ്പൊ ഇങ്ങനൊക്കെ പറയുമ്പം കുട്ടികളുടെ ഉള്ളില് സി എന്റെ അച്ഛൻ ചെയ്യുന്നു, എന്റെ അമ്മ ചെയ്യുന്നു, കള്ളത്തരം ചെയ്യുന്നുണ്ട്, അപ്പൊ പിന്നെ ഞാൻ ചെയ്താലും അതിനൊരു ഒരു വലിയ തെറ്റായിട്ടൊന്നും ആ കുട്ടി കാണുന്നില്ല. ബിക്കോസ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഇതാണ് നല്ലത്, ഇതാണ് ചീത്ത എന്നൊക്കെ പറഞ്ഞാലും സീയിങ് ഈസ് ബിലീവിങ് ഫോർ എനി വൺ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ സ്വന്തം അച്ഛനും അമ്മയും ചെയ്യുന്നത് കണ്ടാണ് കുട്ടികളും പഠിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ പേരൻസിന്റെ കയ്യിലും കൂടിയാണ് ദാറ്റ് നമ്മൾ ഇങ്ങനൊക്കെ ചെയ്യുന്നതിൽ കുട്ടികളും കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയും കൂടെ വേണം. ഒരു ഓർമ്മ വേണം. പാരൻസിന് നല്ല റോൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ രഞ്ജു പറഞ്ഞപ്പോൾ ഞാനൊരു ഇൻസിഡൻസ് ആലോചിക്കുകയാണെ. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഒരിക്കൽ ഒരു പാരന്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാം റിപ്പോർട്ട് കാർഡിലെ മാർക്ക് ഇസ് നോട്ട് മാച്ചിങ് വിത്ത് ആൻസർ പേപ്പറിലെ മാർക്ക് എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ റിപ്പോർട്ട് കാർഡിൽ ഞാൻ ആ കുട്ടിക്ക് 41/50 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് അമ്മ പറയുന്ന എന്നോട് ആൻസർ പേപ്പറിൽ 47 കിട്ടിയിട്ടുണ്ട് കുട്ടിക്ക്. അപ്പം എനിക്ക് അപ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു രജിസ്റ്റർ ഉണ്ട്, ഞാൻ രജിസ്റ്റർ എടുത്ത് നോക്കട്ടെ, ചിലപ്പോൾ നമ്മൾ കീ ഇൻ ചെയ്യുമ്പോൾ തെറ്റ് പറ്റാം. രജിസ്റ്റർ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ രജിസ്റ്ററിലും ഞാൻ 41 മാർക്ക് ചെയ്തത്. അപ്പോൾ പേപ്പർ കൊടുക്കുമ്പോൾ നമ്മളത് മാർക്ക് ചെയ്യും ടീച്ചേഴ്സ്. 41 മാർക്ക് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, പ്ലീസ് ബ്രിങ് ദ പേപ്പർ, ഞാൻ നോക്കട്ടെ, കാരണം ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തിരിക്കുന്നത് 41 ആണ്. അങ്ങനെ അമ്മ പിറ്റേ ദിവസം എന്ത് ചെയ്യും വെച്ചാൽ ഈ കുട്ടീൻ്റെ അടുത്ത് ആ ആൻസർ പേപ്പർ കൊടുത്തു വിട്ട് ഞാൻ നോക്കുമ്പം എനിക്ക് ക്ലിയർ ആയി കാണുന്നുണ്ടടാ, അത് 41 ആയിരുന്നു. ആ കുട്ടി അത് 47 ആക്കിയതുപോലെ. നമുക്കറിയാലോ നമ്മുടെ പെന്നും ഇങ്കിന്റെ കളറും ഒക്കെ. അമ്മമാർ മാർക്ക് കിട്ടുമ്പം ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ കുട്ടീനെ സൈഡിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, സത്യം പറയൂ, കാരണം ഐ നോ ടീച്ചർക്ക് അറിയാലോ ടീച്ചർ എത്ര മാർക്ക് കിട്ടാൻ, എന്താ കാര്യം ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞു, ആ കുട്ടീൻ്റെ വീട്ടിൽ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഈ കുട്ടി ക്ലാസ്സിലെ ടോപ്പർ ആയിരിക്കണം, ഏറ്റവും കൂടുതൽ മാർക്ക് ഈ കുട്ടിക്ക് കിട്ടണമെന്ന്. അപ്പോൾ 41 ടോപ്പറിൻ്റെ മാർക്കല്ല, 47 ഓൾമോസ്റ്റ് ഹയസ്റ്റ് മാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ചെറുതായതുകൊണ്ട് ആ കുട്ടിക്ക് അറിയില്ല ഇതിൻ്റെ ബാക്കിൽ അടുത്ത റിപ്പോർട്ട് കാർഡ് വരുന്നോ, അതിൽ ചെക്ക് ചെയ്യൂ, അങ്ങനെയൊന്നും ബുദ്ധി ആലോചിക്കുന്നില്ലല്ലോ. ഈ കുട്ടി എന്ത് ചെയ്തു, 47 ആക്കി അമ്മേനെ കാണിച്ചു കൊടുത്തു. അമ്മേൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തു. ആ കുട്ടി അവിടുന്ന് എസ്കേപ്പായി. അപ്പോൾ ഇതിപ്പം സാറിലെ പോട്ടേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് പറഞ്ഞു വെച്ചാൽ, സത്യം എനിക്ക് മനസ്സിലായില്ലേ, ഒരു കാര്യം ചെയ്യൂ, ട്രൈ ഗോയിങ് ഹോം ആൻഡ് ഇത് നിങ്ങൾ അമ്മേനോട് മോൻ തന്നെ പറയൂ, ഇതാണ് സംഭവിച്ചത്. ഞാൻ പറയുമ്പോൾ അല്ല അമ്മയ്ക്കും ഫീലിംഗ് ആവുമ്പോൾ മോൻ എന്ന് പോയി പറയും. എന്നിട്ട് നെക്സ്റ്റ് മീറ്റിംഗിന് വരുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറയണം ഇറ്റ് ഈസ് ഓക്കെ, പ്രശ്നമില്ല എന്ന് പറയണം. അങ്ങനെ ആ കുട്ടി ഇതും കൊണ്ട് തിരിച്ച് വീട്ടിൽ പോയി അമ്മേനോട് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ സ്കൂളിലെത്തി. അടുത്ത മീറ്റിംഗ് വരുന്നു, വെയിറ്റ് ചെയ്തില്ല. അമ്മ വന്നിട്ട് പറഞ്ഞു, താങ്ക് യു മാം, നിങ്ങൾ കാരണം അവൻ തെറ്റല്ലേ പറ്റിയിട്ടുള്ളൂ, അത് തിരുത്താലോ. കറക്റ്റ്. പിന്നെ അമ്മ ഒരുപാട് ദേഷ്യപ്പെടാത്ത നല്ല സ്ത്രീയായിരുന്നു അമ്മ. അതുകൊണ്ട് എന്ത് പറ്റിച്ച കുട്ടിക്ക് ആ ഒരു തെറ്റ് എനിക്ക് തോന്നുന്നു ഇനി ആ കുട്ടി അത് ചെയ്യുണ്ടാവില്ല. അതെ അതെ. ഓ, അത് ഭയങ്കര നല്ല കാര്യം കേട്ടോ നീ അങ്ങനെ ചെയ്ത്. ഇതുപോലെ ഗോപു, എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് വീട്ടിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്നെ പേടിച്ചും കുട്ടികൾ ചിലപ്പോൾ കള്ളത്തരം പറയാം എന്ന് പറഞ്ഞു. നീ മുമ്പേ ഒരു ഗ്ലാസ് പൊട്ടിച്ച കുട്ടീനെ പറ്റി പറയുന്ന പോലെ ഒരു ഗ്ലാസ്സിൽ പാല് എല്ലാ ദിവസവും ഈവനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് 2 സിനാറിയോ എടുക്കാം. ഒരു വീട്ടിലെ കുട്ടി അത് കുടിക്കുമ്പോൾ അറിയാണ്ട് കൈ തട്ടി ആ പാല് മുഴുവൻ താഴെ വീഴുന്നു. അപ്പം ഈ വീട്ടിലെ പേരൻസ് ആ കുട്ടിയുടെ അടുത്ത് പറയാം, പോട്ടെ കുഴപ്പമില്ല, നീ സൂക്ഷിക്കണം കേട്ടോ, അപ്പൊ കൈ എന്തോ തട്ടിയതല്ലേ, കുഴപ്പമില്ല, ഇനി ഞാൻ ടേബിളിന്റെ പുറത്ത് വെക്കാം, അപ്പൊ അവിടെ നിന്ന് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ, ഇനി തട്ടിക്കളയാണ്ട് നോക്കണം, അമ്മ ഇപ്പൊ ഒരു ഗ്ലാസും കൂടെ തരാം എന്ന് പറയുന്ന ഒരു വീടും
അപ്പുറത്തെ വീട്ടില് ഇതേപോലെ തന്നെ വെള്ളം അല്ല പാല് താഴെ വീണപ്പോ അമ്മ വന്നിട്ട്, എന്തുവാ ഒരു ഗ്ലാസ് പാല് പോലും നിന്നെ കൊണ്ട് കുടിക്കാൻ പറ്റില്ല, ഇതെല്ലാം തട്ടി താഴെ ഇട്ടില്ലേ, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ഇനി നിനക്ക് പാലില്ല, 2 ദിവസത്തേക്കിന് പാലേ ഇല്ല, അങ്ങനെ അങ്ങോട്ട് സൂഹിക്കണ്ട, അപ്പൊ അറിയും ഇനി തട്ടിക്കളയാണ്ട് കുടിക്കാൻ. ഇങ്ങനെ 2 സിനാറിയോ. ഇതിൽ ഏത് വീട്ടിലെ കുട്ടിയായിരിക്കും അടുത്ത പ്രാവശ്യം എന്തെങ്കിലും പാല് തന്നെയല്ല എന്ത് കയ്യിന്ന് താഴെ വീണ് പൊട്ടിയാലും കള്ളത്തരം പറയാൻ ചാൻസ്? രണ്ടാമത്തെ കുട്ടിക്ക് എന്തായാലും അറിയില്ല. അത് തന്നെ. ആദ്യത്തെ കുട്ടി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്ത് മിസ്റ്റേക്ക് വന്നാലും ആദ്യം തന്നെ പോയി അമ്മയുടെ അടുത്ത് പറയും, അച്ഛൻ്റെ അടുത്ത് പറയും. എന്താന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അവിടെ ഒരു വിശ്വാസമുണ്ട്, ദാറ്റ് എൻ്റെ അമ്മ മനസ്സിലാക്കും. തെറ്റ് തെറ്റ് തന്നെ, ആരും തെറ്റ് തെറ്റല്ല എന്ന് പറയുന്നില്ല, പക്ഷെ എന്നെ മനസ്സിലാകും. രണ്ടാമത്തെ കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്താലും അമ്മ എന്നെ ചീത്ത പറയും, പണിഷ്മെന്റ് തരും. അപ്പൊ ഈ പണിഷ്മെന്റിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞു തുടങ്ങും. അപ്പൊ ഈ എസ്കേപ്പ് ആവാൻ വേണ്ടി കുട്ടികൾ പല ഇതും നോക്കൂട്ടോ. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് സ്കൂളിൽ പോവാൻ ആസ് യൂഷ്വൽ എല്ലാ കുട്ടികൾക്കും ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാൻ ചെറിയൊരു മടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഈ കുട്ടിക്ക് ചെറിയ വയറുവേദന, പുറപ്പെട്ടുകൊണ്ടിരിക്കുക കുട്ടിക്ക് വയറുവേദന. അപ്പൊ കുട്ടി ഇങ്ങനെ വീട്ടിലിങ്ങനെ അമ്മ എന്താ മോനെ ചുടുവെള്ളം വേണോ എന്തൊക്കെയോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛമ്മ അവിടെ ഉണ്ട്. അപ്പൊ അച്ഛമ്മ സ്നേഹം കൊണ്ട് പറഞ്ഞു, വയറുവേദനയാണെങ്കിൽ ഇന്ന് സ്കൂളിലേക്ക് അയക്കണ്ട, അവൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ പറഞ്ഞു. അപ്പൊ പാരന്റ്സും വിചാരിച്ചു ശരിയാണ്, വയ്യാതെ എന്തിനാ അയക്കുന്നേ, പോട്ടെ. അങ്ങനെ ആ കുട്ടി അന്ന് വീട്ടിലിരുന്നു. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വയറുവേദന മാറി കഴിഞ്ഞപ്പോൾ ആ കുട്ടി കളിക്കുന്നു, ടി വി കാണുന്നു, ഉറങ്ങുന്നു. മാത്രമല്ല എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വന്ന് ശ്രദ്ധിക്കുന്നു, അച്ഛമ്മ ചോദിക്കുന്നു, അമ്മ വിളിച്ച് ചോദിക്കുന്നു, എല്ലാവരും ഇങ്ങനെ കുട്ടി സുഖായോ ചെയ്യുമ്പോൾ കുട്ടിക്ക് അതൊരു ഒരു രസമായി. അതായത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പ്ലസ് കുറച്ചും കൂടി അറ്റൻഷനും ഒക്കെ കിട്ടുന്നു തുടങ്ങി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് എന്ത് പറഞ്ഞു വെച്ചാൽ കുട്ടി സ്കൂളിൽ വീണ്ടും പോകണ്ടാത്തപ്പോൾ ആ കുട്ടി ഈ ഐഡിയ ഒന്ന് വെറുതെ ഇട്ട് നോക്കി. ഇത് എനിക്കറിയില്ല, വീണ്ടും ഒന്ന് വയറുവേദന ആണ്. അതിലും ഈ വീട്ടുകാർ വീണു. ഇങ്ങനെ ഈ കുട്ടിക്ക് ഇപ്പൊ എന്തായി, 2 ദിവസം കൂടുമ്പം ഈ കുട്ടിക്ക് വയറുവേദന വന്നു കഴിഞ്ഞിട്ട് സ്കൂളിൽ പോവില്ലാണ്ടായി. അപ്പൊ അങ്ങനെയുണ്ട് കുട്ടികളും. ചെറിയൊരു കള്ളത്തരം വെറുതെ പറഞ്ഞിട്ട് അതിന്ന് അവർക്ക് ഒരുപാട് അറ്റൻഷനും സന്തോഷം കിട്ടുമ്പോൾ അവർ വിചാരിക്കും. അതെ, അതെ. നീ പറയുമ്പോ ഇത് ഇവരുടെ ഒരു ഐഡന്റിറ്റി ആയി മാറാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഈ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പം അത് പാർട്ട് ഓഫ് ലൈഫ് ആവുക. വേറെ എന്ത് കാര്യത്തിന് ഇപ്പം ഒരു സോഷ്യൽ ഗ്യാതറിങ് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുക, പക്ഷെ ഈ കുട്ടിക്ക് പോകണ്ട. ഗോഗു പറഞ്ഞ പോലെ ടി വി കാണാനും വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ എന്തെന്ന് പറയൂ, ഈ കുട്ടി ഇതുപോലെ തന്നെ രാവിലെ ആവുമ്പം എല്ലാം റെഡി ആയിരിക്കും, ഡ്രസ്സും എല്ലാം എടുത്ത് വെക്കും. പക്ഷെ രാവിലെ ആവുമ്പത്തേക്കിനും പറയും, അയ്യോ എനിക്ക് വയ്യ, എനിക്കാണെങ്കിൽ ആകെ മൊത്തം തലവേദന, എന്തെങ്കിലുമൊക്കെ റീസൺ കണ്ടുപിടിക്കും കേട്ടോ, തലവേദന എടുക്കുന്നു. അപ്പോൾ പേരൻസ് പറയും, അയ്യോ എല്ലാരും കൂടെ പോകാൻ വേണ്ടി ഇരുന്നല്ലേ, അതിനെന്താ അച്ഛമ്മയുണ്ടല്ലോ, എന്നെ വീട്ടിലിരുത്തിക്കോ, നിങ്ങൾ പോയിക്കോ, എന്നെ നോക്കാൻ അച്ഛമ്മയുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ എന്താ പറ്റണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരൻസ് ഓർക്കും, ശരിയാ ഒരാളുണ്ടല്ലോ നോക്കാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഈ ഒരു ഇതുപോലത്തെ റീസൺസിനെ അത് എല്ലാ സ്ഥാനത്തു നിന്നും, എല്ലാ ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആക്കും. അതാണ് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, ഇത് വലുതാവുമ്പോഴും ഇതേ ഹാബിറ്റ് വരും, കള്ളത്തരം പറയാനും കള്ളത്തരം ചെയ്യാനും. ബാഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ എക്സാമ്പിളും ഓരോ വീട്ടിൽ നടക്കുന്ന സിമ്പിൾ സിറ്റുവേഷൻസാ പറഞ്ഞത്. ആക്ച്വലി ഒരു കുട്ടിയും ജനിക്കുന്നത് ഡിസോണസ്റ്റ് ആയിട്ടൊന്നും അല്ല എല്ലാ കുട്ടികളും. പക്ഷെ ലൈഫിൽ ഇങ്ങനെ പോകുമ്പം ചെറിയ ചെറിയ പേഴ്സണൽ ഗെയിൻസ്, ഒരു രസത്തിന്, സന്തോഷത്തിന്, ഇഷ്ടപ്പെട്ട കാര്യം നേടാനൊക്കെ വേണ്ടി ഇവര് കുഞ്ഞു കളവ് പറയും. പക്ഷെ ഈ കളവ് പറയുമ്പം അതിനോട് നമ്മൾ ആസ് പാരൻസ് അല്ലെങ്കിൽ എൽഡേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് അനുസരിച്ചിട്ടാണ് ഇത് അവർ വലുതാവുന്നവരെ കൊണ്ടുപോവോ അല്ലെങ്കിൽ നിർത്തുമോ എന്ന് അറിയുന്നത്. നമ്മൾ പറയില്ലേ, ചിലവരെന്താ വലുതായിട്ടും കളവ് പറയുന്നത്, ചിലവർ ആദ്യം ചെറുത്ത് പറഞ്ഞു പോയ ഒന്നിൽ രഞ്ജു പറഞ്ഞ ആ എക്സാമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അതിനെ ഇത്തിരി കാമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ കുട്ടിക്കൊരു ധൈര്യം വരും നമ്മളടുത്ത് വന്നിട്ട് ഈ കാര്യം പറയാൻ. രണ്ടാമത് പറഞ്ഞു കഴിയുമ്പോൾ അപ്പോഴും നമ്മളിങ്ങനെ ചാടി കളിച്ച് പണിഷ് ചെയ്യരുത്. ആ ഓണസ്റ്റി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. തെറ്റ് തന്നെയാണോ, തെറ്റ് തന്നെയാണ്. പക്ഷെ ആ വന്ന് പറഞ്ഞതിന്റെ സന്തോഷം അല്ലെങ്കിൽ അതിനൊരു അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ അടുത്ത പ്രാവശ്യം തെറ്റ് പറ്റുമല്ലോ. എല്ലാവരെയൊന്നും പറ്റില്ല, പറ്റുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഈ കുട്ടി ഓടി വന്ന് പറയും. കാരണം ആ കുട്ടിക്കും തോന്നും, എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി വീട്ടിൽ പോയി പാരൻസിനോട് പറഞ്ഞാൽ എനിക്കൊരു സൊല്യൂഷൻ കിട്ടും, എനിക്കൊരു അപ്രീസിയേഷൻ കിട്ടും, എനിക്കൊരു അഷ്വറൻസ് കിട്ടും, അവരുടെ സെക്യൂരിറ്റി ഒരു ഫീലിംഗ്
ഇതാവും. അങ്ങനെ കുറേ ഒരു അവസ്ഥയിൽ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു അവർ വലുതാകുമ്പോൾ അവർക്ക് കള്ളത്തരം പറയണം തോന്നില്ല. അത് ഫേസ് ചെയ്യാനും അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കുട്ടികൾക്ക് വരുന്നുണ്ടാവും ഇല്ലേ? അതെ. കാരണം ഈ സത്യം ഹോണസ്റ്റി ആയിരിക്കണം നമ്മുടെ ലൈഫിന്റെ ആ ഒരു ബേസിക് ഫൗണ്ടേഷൻ. ഒരിക്കലും ആ കളവിന് റൂട്ടുണ്ടാക്കി താഴെ പോയി സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസ്ഥ നമ്മൾ കൊടുക്കാൻ പാടില്ല കുട്ടികളുടെ. അതെ. അപ്പം എനിക്ക് തോന്നുന്നു പേരൻറ്സ് ആണ് ഇതിൽ കൂടുതലും കുട്ടി കുട്ടിയാണ്. ഉം. അപ്പൊ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തുക. ഉം. പക്ഷെ ഇനി അത് റിപ്പീറ്റ് ചെയ്യാത്ത പോലെ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കിയും കൊടുക്കുക. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. വീട്ടിൽ ഓരോ സിറ്റുവേഷനും ആക്ച്വലി നമ്മുടെ ബ്ലെസ്ഡ് മൂമെന്റ്സിൽ ഒന്നാണ്. അപ്പൊ ലെറ്റ് us കീപ് കൗണ്ടിങ് our blessings. Thanks for watching Echoes of Her with Ranjan and Nubay.